30 വയസ്സ് കഴിഞ്ഞാൽ നമ്മുടെ ബോഡി നാച്ചുറലായിട്ട് ചേഞ്ച് ആവുന്ന എത്ര പേർക്കറിയാം? യെസ്, നമ്മുടെ ബോഡിയിലെ മെറ്റബോളിസം കുറയും, നമ്മുടെ മസിൽ മാസ് കുറഞ്ഞു തുടങ്ങും, അതേപോലെ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി കുറഞ്ഞു തുടങ്ങും, അതേപോലെ ഈ ഇൻസുലിൻ ഇൻഫ്ലമേഷൻസ് കൂടാനുള്ള പല കാരണങ്ങളും ഉണ്ടാവാനുള്ളൊരു ഏജാണ് 30 കഴിയുമ്പോൾ. അപ്പോൾ എന്താ സംഭവിക്കുക? ചെറിയ ചെറിയ വേദന, അതേപോലെ തന്നെ ഷുഗർ കൂടുക, കൊളസ്ട്രോൾ കൂടുക, തടി വെക്കുക, ഉടവയറ് ചാടുക, തളർച്ച, ക്ഷീണം, രാത്രി കാലുകളിലുള്ളൊരു കടച്ചൽ പോലത്തെ ഒരു ഇതിൻ്റെയൊക്കെ ഒരു കോസ് എന്ന് പറഞ്ഞാൽ തന്നെ ഈ പറഞ്ഞ 4 ചേഞ്ചസ് കാരണം. ഈ ചെറിയ ചേഞ്ചസ് നമ്മളിപ്പോൾ ഇഗ്നോർ ചെയ്യുമ്പോഴാണ് നമുക്ക് ലൈഫിലേക്ക് ഈ ഫ്യൂച്ചറിലേക്ക് പല ഇഷ്യൂസിലേക്കും മാറുന്നത്. ഇപ്പം പെയിന് തന്നെ നമ്മൾ ഇഗ്നോർ ചെയ്യുമ്പോഴാണ് അതൊരു സർവൈക്കൽ സ്പോണ്ടിലോസിസോ അല്ലെങ്കിൽ ഡിസ്ക് ബൾജോ അങ്ങനത്തെ രീതിയിലേക്ക് പോകുന്നത്. സാർകോപ്പീനിയ ഇതെവിടെയെങ്കിലും കേട്ടിട്ടെന്തെങ്കിലും പുതിയ വാക്കായിട്ട് തോന്നണുണ്ടോ? ഇത് പുതിയ വാക്കൊന്നും തന്നെ. നമ്മുടെ ബോഡി 30 വയസ്സ് കഴിയുമ്പോൾ നമ്മൾ പോലും അറിയാണ്ട് നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന ഒരു കാര്യമാണ് സാർകോപ്പീനിയ, മീൻസ് മസിൽ വേസ്റ്റ്. 30 വയസ്സ് കഴിയുമ്പോൾ 7-8% ഓരോ കൊല്ലം നമ്മുടെ മസിൽസ് ഇങ്ങനെ ചുരുങ്ങിക്കൊണ്ടേയിരിക്കും. അത് നമ്മൾ അറിയാണ്ടോ നമ്മൾ ശ്രദ്ധിക്കാണ്ടോ പോകുമ്പോഴാണ് നമുക്കൊരു 40-50 വയസ്സ് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ മസിൽസൊക്കെ ഭയങ്കര വീക്കാകുന്നതും നമുക്ക് പറ്റാവുന്ന പണികൾ നമ്മൾ മുമ്പ് ഈസി ആയിട്ട് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ ഇപ്പോൾ ചെയ്യാൻ പറ്റാണ്ടാകുന്നുള്ള കാരണം. സോ ഈ ഒരു പേര് നിങ്ങളെപ്പോഴും സേവ് ചെയ്ത് വെക്കുക, മനസ്സിലും വെക്കുക. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒറ്റൊരു സാർകോപ്പീനിയ എന്ന് പറഞ്ഞ ഇഷ്യൂസ് ലൈക്ക് മസിൽ വേസ്റ്റിക് എന്നൊരു ഇഷ്യൂ പലവരും നോട്ടീസ് മുമ്പേ ചെയ്യാത്തതുകൊണ്ടാണ് അവരുടെ വയസ്സായ സമയത്ത് അവർക്ക് പല പ്രശ്നങ്ങളും ഉണ്ടാവാനാണ്. ഇപ്പോഴും പല സ്റ്റഡീസ് പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 50 വയസ്സാണെങ്കിലും 40 വയസ്സാണെങ്കിലും നമ്മുടെ ബോഡീനെ നമ്മൾ ട്രെയിൻ ചെയ്യുകയാണെങ്കിൽ പ്രോപ്പറായിട്ട് റിതമിക് മൂവ്മെൻറ്റിൽ സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ട് ഇത് നമ്മൾ കൊണ്ടുപോകുകയാണെങ്കിൽ ഇതിൽ നമുക്ക് പല കാര്യങ്ങളും നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. സോ ഇവിടെ മെയിനായിട്ട് നമ്മൾ നോക്കേണ്ടത് പ്രിവെൻഷനാണ്. നമ്മൾ നോക്കേണ്ടത് ഇപ്പോൾ രോഗം വന്ന് ചികിത്സിക്കണത് വേറൊരു മെത്തേഡാണ്, അത് നമുക്ക് എന്തായാലും ആവശ്യമുള്ളൊരു കാര്യമാണ്. രോഗം വരുന്നതിന് മുമ്പ് നമുക്കത് ഫൈൻഡ് ഔട്ട് ചെയ്താൽ റിക്കവർ ചെയ്യാൻ പറ്റുമെങ്കിൽ അത് എന്തുകൊണ്ട് നമുക്ക് ട്രൈ ചെയ്തുകൂടാ. ദിസ് ഈസ് ദ പേജ് ഫോർ ദാറ്റ്. ഫോളോ ദ ചാനൽ. മോർ അപ്ഡേറ്റ്സ് ആർ കമ്മിങ്.